പുന്നപ്പുറ വയലാർ സമരനായകനായി പോരാട്ട ജീവിതം ആരംഭിച്ച് കേരളത്തിന് മുഖ്യമന്ത്രി വരെ എത്തിയ, മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ കേരളത്തിലെ സമരനായകൻ സഖാവ് VS-ന്റെ അന്ത്യദിവസം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ് സമരജീവിതം. സമരജീവിതം. എന്തിനായങ്ങ് പിറന്നു ഭൂമിയിൽ ദുശ്വാസനർക്കതിൽ സമരമാകാൻ? എന്തിനായങ്ങ് കയ്യേറ്റു ചെങ്കൊടി കെട്ടകാലങ്ങളെ തച്ചുടയ്ക്കാൻ? എന്തിനായി അങ്ങ് പിറന്നു ഭൂമിയിൽ ദുശ്ശാസനയ്ക്കതിൽ സമരമാകാൻ? എന്തിനായങ്ങ് കയ്യേറ്റു ചെങ്കൊടി കെട്ടകാലങ്ങളെ തച്ചുടയ്ക്കാൻ? എന്തിനാണങ്ങ് മർദ്ദനമേറ്റത് മർദ്ദകവാഴ്ചതൻ വേദറുക്കാൻ? എന്തിനായങ്ങ് സഭയിൽ ചെന്നു സത്യമുറക്കെ തുറന്നടിക്കാൻ? എന്തിനാണങ്ങ് മർദ്ദനമേറ്റത് മർദ്ദകവാഴ്ചതൻ വേദറുക്കാൻ? എന്തിനായങ്ങ് സഭയിൽ ചെന്നു സത്യമുറക്കെ തുറന്നടിക്കാൻ? എന്തിനാണങ്ങ് നായകനായത് പിന്നിരക്കാരുടെ വാളാകുവാൻ? എന്തിനാണൊച്ച മുഴക്കി ഒച്ചയില്ലാത്തോരൊച്ചയാപ്പാൻ? എന്തിനാണങ്ങ് നായകനായത് പിന്നിരക്കാരുടെ വാളാകുവാൻ? എന്തിനാണൊച്ച മുഴക്കി ഒച്ചയില്ലാത്തോരൊച്ചയാവാൻ? അസ്തമിച്ചിട്ടും സൂര്യനെപ്പോൾ ഞങ്ങളിലെന്നും ഉദിപ്പതന്റെ ശോണം പ്രതിപക്ഷമായിരിക്കാൻ നിത്യവും നീതിക്കു കാവലാവാൻ? അസ്തമിച്ചിട്ടും സൂര്യനെപ്പോൾ ഞങ്ങളിലെന്നും ഉദിപ്പതന്റെ ശോണം പ്രതിപക്ഷമായിരിക്കാൻ നിത്യവും നീതിക്കു കാവലാവാൻ? നിത്യവും നീതിക്കു കാവലാവാൻ, നിത്യവും നീതിക്ക് കാവലാവാൻ. നീതിക്ക് വേണ്ടിയുള്ള അവസാനമില്ലാത്ത സമരങ്ങളാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും പദയാത്രയായി ഡൽഹിയിലെത്തി കർഷകർ നടത്തിയ മഹാസമരം. ആ സമരം മുതൽ നോയിഡയിലെ തൊഴിലാളികളുടെ സമരം, അങ്ങനെ ഇന്ത്യയിൽ എല്ലായിടത്തും നീതിക്ക് വേണ്ടിയുള്ള മഹാസമരങ്ങളുടെ ശൃംഖല അലയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ്, ഏറ്റവും പ്രതീക്ഷാനിർഭരമാണ്, ഏറ്റവും വലിയ വിജയമായി തീർന്നതാണ് പാറ്റകൾ എന്ന് വിളിക്കപ്പെട്ട വിദ്യാർത്ഥികൾ മുമ്പിൽ നയിച്ച ഇന്ത്യയുടെ എല്ലാ ഗ്രാമത്തിലൂടെയും നീർച്ചാലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ മുഴുവൻ മുഴങ്ങി നിന്ന, ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന ഇന്ത്യയുടെ തൊഴിലാളികളും കർഷകരും സാധാരണക്കാരും യുവാക്കളും വൃദ്ധരും എന്നിങ്ങനെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു നടത്തിയ മഹാസമരം. ഈ സമരത്തിന്റെ വിജയം ഇന്ത്യയെ സംബന്ധിച്ച് ഫാസിസം പിടിമുറുക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യൻ ജനതയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശയാണ്. ലോകത്തിന് ഇന്ത്യ നൽകുന്ന മഹാസന്ദേശവുമാണ് ഈ സമരത്തിന്റെ വിജയം. ഈ സമരത്തിന് കവികളുടെ കൂട്ടായ്മ എന്ന നിലയിൽ കാവ്യങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. ഗാന്ധിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഗാന്ധിയുടെ സന്ദേശം ഏറ്റെടുക്കുന്ന ഒരു ജനാവലി പിറകിൽ വരുന്നത് 10,000-കണക്കിന് ആളുകൾ, ജനലക്ഷങ്ങളായി ഇവിടെ മാറുന്നു, കോടികളായി മാറുന്നു. ഫാസിസത്തെ ഇന്ത്യൻ മണ്ണിൽ വേര് പിടിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ ജനങ്ങളുടെ ശക്തിയുടെ വിജയമാണ് ഈ നടന്ന മഹാസമരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ സമാപനമായി സാർവദേശീയ ഗാനം